ഹലോ, എത്രയാ? 700. 1000 രൂപയുണ്ട്, ബാക്കി 300 വെച്ചോ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പാക്കറ്റൊക്കെ അങ്ങോട്ട് കൊടുത്തു. എവിടെയായിരുന്നു? ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ. എന്നാ ഞങ്ങൾ വിട്ടോട്ടെ കേപ്പി. നിക്ക് ഇത്ര നേരം കൂടെ എടുത്തിട്ട് നിങ്ങളെ വെറും കൈയോടെ വിടാൻ പറ്റത്തില്ല. 500 രൂപയുണ്ട്, ഒരു സിനിമ കണ്ടോ, കാപ്പി കുടിച്ചോ. പിന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനൊരു ഉമ്മ. അത് കാണരുത്. എൻ്റെ മോൻ ഫിലിപ്പ് നിർമ്മിച്ചതാ. തല്ലിപ്പൊളി ആയിരിക്കും. സ്വന്തം അപ്പനെ ചവിട്ടി പുറത്താക്കിയിട്ട് അച്ഛനൊരു ഉമ്മ. നിങ്ങൾ ചെല്ല്. ഫിലിം പ്രൊഡ്യൂസർ ഫിലിപ്പ് കേപ്പിയുടെ മോനാണോ? ഇനി അത് കൊട്ടിഘോഷിച്ചിട്ട് വേണം ആൾക്കാർ അന്വേഷിച്ച് വരാൻ. അതെ, ഒരു ചായ കുടിച്ചാലോ? കേപ്പി കാണാൻ താമരാകെ വിഷമിച്ചിരിക്കുക എന്ന് വെച്ച് പോകേണ്ട അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ അവിടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. വേണ്ട, ഞാൻ പിടിച്ചോളാം. എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോണം, അല്ലാതെ മനുഷ്യനെ വെറുതെ തീരിട്ടിക്കരുത്. നീ എന്താ കരുതിയേ ഞാൻ പിന്നെ കടലിൽ ചാടി ചാകാൻ പോയെന്നോ? ഇതൊക്കെ വാങ്ങിക്കാൻ ടൗൺ വരെ ഒന്ന് പോയതല്ലയോ? അവിടെ ചെന്നപ്പോഴാ കുഞ്ഞുഞ്ഞിന്റെ കാര്യം ഓർത്തത്. എൻ്റെ ഇളയ മോനില്ലയോ, സ്റ്റെബിലൈസർ കമ്പനി നടത്തുന്ന സേവിയർ, അവൻ്റെ കൊച്ചാ കുഞ്ഞുഞ്ഞ്. ഞങ്ങൾ വലിയ കമ്പനിയാണ്. രഹസ്യമായിട്ട് അവനെ ഒന്ന് കാണാൻ സ്കൂൾ വരെ പോയത്, അതാ താമസിച്ചേ. വേണ്ടപ്പെട്ടവർ വന്ന് വിളിച്ചാ അവസാനം ഞങ്ങളേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നറിയാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പരിഷ്കാരങ്ങളുടെ ലോകത്ത് സ്നേഹത്തിന്റെ നനവൊന്നും കേപ്പി കണ്ടിട്ടില്ല. അത് നിങ്ങളിലൊക്കെയാ കണ്ടത്. അതുകൊണ്ട് ഇനി ഇതാണ് എന്റെ ലോകം. പിടിക്കേ. ഇതൊക്കെ കേപ്പി നിനക്ക് വേണ്ടി വാങ്ങിച്ചാടി? ടാക്സി പിടിച്ച് ടൗണിൽ പോയത് ഇതൊക്കെ മേടിക്കാനാ. കഴിഞ്ഞ ദിവസം നീ ബിരിയാണിയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇന്ന് നിന്റെ പിറന്നാളാണെന്ന്. ഇതെല്ലാം അച്ഛന്റെ പിറന്നാൾ സമ്മാനങ്ങളാ. മോക്ക് എന്താ ഇഷ്ടാവുക അറിയാത്തതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചു. കേക്കും ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ്. അതാ കുഞ്ഞുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാ മോളുടെ പിറന്നാള്. അത് ഗംഭീരാക്കിയില്ല, പിന്നെ ഞാൻ എന്തിനാ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. ഈ കേപ്പി ആരാന്നെ വിചാരം? കോടീശ്വരൻ. ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഗോൾഡൻ മൂവീസ് ഫിലിപ്പ് സാറിന്റെ അപ്പനാ ഈ കേപ്പി സാറ്. ബാങ്കിൽ കോടികളുണ്ടാവും, പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വീശണ്ടറിയാൻ പോലെ. ആ ടാക്സിക്കാരൻ 300 രൂപ കൊടുത്തു, മറ്റേ പിള്ളേർക്ക് 100 രൂപ വെച്ചു. കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ കൈ നിറച്ച് കൊടുക്കും. അതുകൊണ്ടെന്താ, നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് കൈ നിറച്ച് കിട്ടും. ഇന്ന് തന്നെ ഇവളുടെ പിറന്നാളിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ച് കവലയിൽ നിൽക്കുമ്പോൾ ആ ചിട്ടിക്കാരൻ പൈസ കൊണ്ടുവരുന്നു. ആ 10,000 രൂപയ്ക്ക് എല്ലാം ഭംഗിയായിട്ട് നടന്നേ. ഏത് 10,000? നിനക്ക് ചിട്ടി അടിച്ച 10,000. എന്നാലും താമരയുടെ ചിട്ടികാശുകൊണ്ട് തന്നെ ഇതൊക്കെ. കാശിന് കാര്യത്തിൽ അവളുടെ ഒന്നും എൻ്റെ ഒന്നുള്ള വ്യത്യാസം ഉണ്ടോ മാഷേ? ബാക്കി 350 രൂപയും ചില്ലറയുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണം. അപ്പൊ പിന്നെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കല്ലേ? പിന്നെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ.